മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിൽ CMRL സമർപ്പിച്ച ഹർജിയെ ശക്തമായി എതിർക്കാൻ ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജി. സമാഹരിച്ച തെളിവുകൾ മുദ്രവച്ച കവറിൽ കോടതിയിൽ എത്തിക്കും. ഇഡിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുക അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് CMRL. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കും. കേസിൽ ലഭിച്ച തെളിവുകൾ മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച് CMRL ഹർജിയെ എതിർക്കാനാണ് ഇഡി തീരുമാനം. കേസിൽ ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിർണായകമാകും. CMRL എക്സാലോജിക് ദുരൂഹ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ തന്നെ വീണയ്ക്ക് നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകുമെന്നാണ് സൂചന. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെയും വീണയുടെയും വസതികളിൽ ഉൾപ്പെടെ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത ബാങ്ക് രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശദമായ വിശകലനം പൂർത്തിയായ ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കർശന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസ് ആയതിനാൽ തന്നെ ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടക്കാനുള്ള സാധ്യതയും നിയമവൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. കേസിലെ പ്രധാന കണ്ണിയായ വീണയ്ക്കൊപ്പം CMRL കമ്പനി MD SN ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, കമ്പനിയിലെ സാമ്പത്തിക IT വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെയും ഇഡി ഒരേ സമയം ചോദ്യം ചെയ്യും. വീണയുടെ മൊഴികളിലെ വൈരുദ്ധ്യം കണ്ടെത്താൻ ഇവരെ ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനും ഇഡി ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് പല നിർണായക വിവരങ്ങളും ലഭ്യമായിരുന്നില്ല. ഡിജിറ്റൽ ലോക്കറുകളുടെ പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ളവ തുറന്ന് പരിശോധിക്കുന്നതിനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. വീണയുടെ നീക്കങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. പിണറായി വിജയനും നിയമവിദഗ്ധരുമായി ചർച്ച തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി CMRLുമായി ബന്ധപ്പെട്ട 242 ബാങ്ക് അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഇതിനോടകം തന്നെ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും കമ്പനി ഉന്നതരുടെയും അക്കൗണ്ടുകളാണ് ഇതിൽ ഭൂരിഭാഗവും. എന്നാൽ ഈ കൂട്ടത്തിൽ വീണ വിജയന്റെ 1.5 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടുന്നുവെന്നത് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വലിയ സൂചനയാണ്. ഇതിനു പുറമെ വീണയുടെ ഉടമസ്ഥതയിലുള്ള ബംഗളൂരുവിലെ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളും ഇഡിയുടെ നിരീക്ഷണത്തിലാണ്. CMRL കമ്പനിയിൽ ആദായ നികുതി വകുപ്പ് 2019 ജനുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത്. കമ്പനി രേഖകളിൽ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ അന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ ഒരു പ്രധാന പങ്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്.